ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ആ വലിയ പ്രഖ്യാപനം ഇനി വരുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. ഫ്രഞ്ച് ഫുട്ബോളിന്റെ ചക്രവർത്തി സാക്ഷാൽ സിനദൈൻ സിദാൻ വീണ്ടും ഡഗ്ഔട്ടിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു. തന്റെ പ്രിയപ്പെട്ട ഫ്രഞ്ച് ദേശീയ ടീമിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാന്ത്രികൻ വീണ്ടും കുപ്പായമണിയുന്നത്. 2026 ലോകകപ്പിന് ശേഷം ദിദിയർ ദഷാംസ് പടിയിറങ്ങുമ്പോൾ ആ സിംഹാസനത്തിലേക്ക് സിദാൻ ഇരിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഇത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കി ധാരണയിലെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 1998 ഫ്രാൻസിന് ആദ്യമായി ലോകകപ്പ് നേടിക്കൊടുത്ത ആ ഇതിഹാസത്തെ നമ്മൾ എങ്ങനെ മറക്കും? അന്ന് ബാലൻഡിയോർ പുരസ്കാരം വാരിക്കൂട്ടിയ സിദാൻ 2026 ടീമിനെ ഫൈനൽ വരെ എത്തിച്ച ശേഷമായിരുന്നു ബൂട്ടഴിച്ചു വെച്ചത്. മൈതാനത്തെ ആ മാന്ത്രികത പിന്നീട് നമ്മൾ കണ്ടത് ടാക്ടിക്സിന്റെ രൂപത്തിലായിരുന്നു. റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി വന്ന് തുടർച്ചയായി 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുത്ത് സിദാൻ ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, താനൊരു തന്ത്രശാലിയായ ബോസ് കൂടിയാണെന്ന് അദ്ദേഹം അവിടെയും തെളിയിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ മാതൃരാജ്യത്തിനു വേണ്ടി തന്ത്രങ്ങൾ മെനയാൻ അദ്ദേഹം വീണ്ടും വരുന്നു. വെറുമൊരു പരിശീലകൻ മാത്രമല്ല, മറിച്ച് ഫ്രഞ്ച് ടീമിന്റെ DNA അറിയാവുന്ന, കളിക്കാരുടെ പൾസ് അറിയാവുന്ന ഒരു യഥാർത്ഥ നായകൻ തന്നെയാണ് സിനദൈൻ സിദാൻ. എംബാപ്പിയെയും സംഘത്തെയും സിദാൻ എങ്ങനെ നയിക്കുമെന്നത് കാണാൻ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയിലാണ്. ഈ വരവ് ഫ്രഞ്ച് ഫുട്ബോളിന്റെ പുതിയൊരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാകുമെന്നതിലും സംശയമില്ല.